ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇനി കാണാൻ പോകുന്ന എപ്പിസോഡ് ഹർഷൻ എന്ന കുരുക്കിനെ അടിപൊളിയെ ഊരിയെടുക്കാനുള്ള ശാലിയുടെ പരിശ്രമമാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കാർത്തികയുടെ വാക്കുകളൊക്കെ കേട്ട് നമ്മുടെ പപ്പിമോൾ ചെയ്യുന്ന ഒരു വലിയൊരു കുസൃതി, അതിനേക്കാളും വലിയ അതൊരു ബുദ്ധിയെന്ന് തന്നെ പറയണം. അതാണ് ഇനിയുള്ള എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ടോ. ഇതിന് ശേഷം വരുന്ന അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ ഇടുന്നതാണ്. അപ്പോൾ അതും കാണാൻ ആരും മറക്കണ്ട. അതാണ് ഇനിയുള്ള എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതിന് ശേഷം ഇടാൻ പോകുന്ന ആ വീഡിയോ ആരും മിസ് ചെയ്ത് കാണും കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന ഒരു കാര്യം, ശ്യാമയുടെ റൂമിനകത്ത് പപ്പിമോൾ വന്ന് ശ്യാമയോട് സംസാരിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേക്ക് കാർത്തികയുടെ എൻട്രിയും കാർത്തികയുടെ വഴക്ക് പറച്ചിലുമാണ്. അപ്പം കാർത്തിക എന്താണെന്നറിയോ, പപ്പിമോളായിട്ട് വഴക്ക് പറയും. ഓ, എങ്ങനെ നിനക്ക് അഹങ്കാരമില്ലാത്ത വിത്ത് ഗുണമല്ലേ നിനക്ക് ഈ കാണിക്കുന്നതൊക്കെ, നിൻ്റെ അഹങ്കാരം ഉണ്ടല്ലോ എടി, നീ എന്തോടി ചെയ്യുന്ന എന്നിട്ട് കാർത്തിക ആണെങ്കിൽ കുഞ്ഞിനായിട്ട് ശരിക്കും വഴക്ക് പറയും. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ ശ്യാമ ഈ കാർത്തിക തുറച്ച് നോക്കിക്കൊണ്ട് എന്താ ചിന്തിക്കും, എടി ഞാനിങ്ങനെ കിടന്ന് അഭിനയിക്കുന്ന കൊണ്ടല്ലേ നിൻ്റെ ഈ തിളപ്പൊക്കെ, ഞാനൊന്ന് എണീറ്റോട് ഇതിനൊക്കെ ചെറുത് ഞാൻ നിനക്ക് തരും നമ്മുടെ ശ്യാമ മനസ്സിൽ ചിന്തിക്കുക. അപ്പോൾ ശ്യാമയുടെ ആ തുറിച്ചു നോട്ടം കാണുമ്പോൾ കാർത്തിക് വന്ന് കഴിക്കാത്ത ശ്യാമ ഈ കുഞ്ഞിനെ അങ്ങോട്ട് പിടിച്ച് മാറിയിട്ട്, എടി നീ എന്തോടെ ഈ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്, എടി നിൻ്റെ കയ്യിൽ അഹങ്കാരത്തിനാണ് നീ ഇങ്ങനെ കിടക്കുന്നത്, മച്ചു നോക്കി നീ കിടക്കുന്നില്ലേ, നിൻ്റെ കുശുമ്പും കുന്നായ്മയ്ക്ക് എല്ലാം കൂടെ ചേർന്നിട്ട് എന്നോടുള്ള നിൻ്റെ വലിയ പകയുണ്ടല്ലോ അതെല്ലാം ചെന്ന് ദൈവം നിനക്ക് മനഃപൂർവ്വം തന്നതാണ് ഇങ്ങനത്തെ ഒരു ശിക്ഷ, നീ ഒരു കാലത്ത് ഇവിടെ നിന്ന് എണീക്കാൻ പറ്റും, നീ ഇങ്ങനെ തന്നെ ഇവിടെ മച്ചു നോക്കി കിടക്കുന്നൊക്കെ ശ്യാമയെ നോക്കി ഭയങ്കര കടുത്ത വാക്കൊക്കെയാണ് ഈ കാർത്തിക സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ആയിട്ട് നമ്മുടെ പപ്പിമോൾക്ക് ശരിക്കും സങ്കടം, അയ്യോ എൻ്റെ അമ്മ അങ്ങനൊന്നും പറയല്ലേ എന്നൊക്കെ പപ്പിമോൾ പറയും. പറയൂടി, പറയുന്നത് മാത്രമല്ല പലതും ചെയ്തു നിന്നിരിക്കും. പിന്നെ നമ്മുടെ പപ്പിമോൾ പറയാം, എൻ്റെ ചേച്ചിയമ്മ അറിഞ്ഞോളല്ലോ, നിൻ്റെ ചേച്ചിയമ്മയെ പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തണോ, അവളുടെ പേര് പറഞ്ഞ് എന്നെ ഭീഷണിപ്പെടുത്തും, നിൻ്റെ ചേച്ചിയമ്മേനെ ഞാൻ എന്നേക്കായിട്ട് ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോവാം, പിന്നെ ഇനി നിന്നെ രക്ഷിക്കാനൊന്നും ആര് വരാൻ പറ്റില്ല, നിന്നെ ഇവളെയും കൂടെ ഇവിടുത്തെ എന്തൊക്കെ ഞാൻ ചെയ്താലും ചോദിക്കാൻ വേണ്ടി ഒരാളില്ല, എൻ്റെ താല്പര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്, പിന്നെ നീ ഇവിടെ കിടക്കുന്നില്ലേ ശ്യാമേ, നിനക്കും കൂടെ തല ഉള്ളതും കൂടെ ചെയ്ത് ഞാൻ നിൻ്റെ മോക്കാക്കി കൊടുക്കുന്നത്, അവളെ ചിലപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചിലപ്പോൾ എടുത്തിട്ട് തട്ടിന്നിരിക്കും, അടിച്ചു നിൽക്കും, ചിലപ്പോൾ കാലെ വരെ തൂക്കിയിട്ട് അടിച്ചു നിൽക്കും, ഇതൊക്കെ എൻ്റെ താല്പര്യം, അതിനൊന്നും ചോദ്യം ചെയ്യാൻ നിനക്ക് വരാൻ പറ്റുന്നത്, നീ എന്നിങ്ങനെ മച്ചു നോക്കി കിടപ്പായിരിക്കുമല്ലോ എന്നൊക്കെ പറയുന്ന നമ്മുടെ പപ്പിമോൾക്ക് ഭയങ്കര സങ്കടമാകുമ്പം പപ്പിമോൾ തുറച്ചു നോക്കുവാണ്. അപ്പം പറയുക, എന്തുകൊണ്ട് നീ തുറച്ചു നോക്കുന്ന അമ്മയെ പോലെ തന്നെ, ഇത് കണ്ണ് ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പപ്പിമോൾ എന്താണെന്നറിയോ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച് നിൽക്കുവാണ് ഈ കാർത്തിക. അപ്പോൾ ഇതൊക്കെ കേട്ട് എന്താണ് കാർത്തിക അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പപ്പിമോൾ ചോദിക്കാം, അമ്മേ എൻ്റെ കണ്ണ് കാർത്തിക ആൻറ്റി എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പേടിക്കുമ്പം ശ്യാമയാണെങ്കിൽ എന്താണ് ചുണ്ടുകൊണ്ട് ആ സങ്കടം പ്രകടിപ്പിക്കുകയാണ്. അപ്പം അത്ര ഒരു നിസ്സഹായ അവസ്ഥയ്ക്ക് ശ്യാമ കിടക്കുന്നത് ശ്യാമയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിക്കകത്ത്, കാരണം കുഞ്ഞിച്ചി വരുന്ന വരെ മാത്രമുള്ള ഡ്രാമാണ് ഇതൊക്കെ പറഞ്ഞാൽ ശ്യാമ നിൽക്കണം. പക്ഷേ എപ്പിസോഡ് ശ്യാമയുടെ സർവത്ര കള്ളത്തരങ്ങളും സമ്പൂർണ്ണമായി പൊളിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് അടുത്ത എപ്പിസോഡ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താണ് പപ്പിമോളുടെ സങ്കടം കഴിഞ്ഞാൽ പപ്പിമോൾ നേരെ വേറൊരു റൂമിലേക്ക് മാറിപ്പോന്ന് ചിന്തിക്കുവാണ്, ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, കാർത്തികാൻ്റെ ഇവിടെ തന്നെ നിന്നാൽ അമ്മയെ സ്ഥിരം സങ്കടപ്പെടുത്തുന്നു മാത്രമല്ലാതെ ഞങ്ങളെല്ലാവരും ഉപദ്രവിക്കാനും വരും, ഇങ്ങനെ പോയി ശരിയാകത്തില്ല, വിഷ്ണു അച്ഛനെ അവളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല, എങ്ങനെയായി കല്യാണം മുടക്കുന്നത്, എങ്ങോട്ടെങ്കിലും ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കല്യാണം മുടങ്ങത്തില്ലേ, കാരണം എന്നെ അന്വേഷിച്ചല്ലേ എല്ലാവരും പിന്നെ നടക്കത്തുള്ളൂ, അല്ല കല്യാണത്തിന് പിറകെ പോകത്തില്ല. അങ്ങനെ പപ്പിമോൾ തീരുമാനിക്കുന്ന ഒരു കാര്യം എങ്ങോട്ടേക്കാണ് പോകണ്ടേ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് കിട്ടുന്ന ഒരു ഐഡിയ ആണ് സത്യമോളുടെ വീട്. അങ്ങനെ സത്യമോളുടെ വീടെന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ബാഗിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അമ്മയെ ഞാൻ ഉറങ്ങാൻ പോകുന്ന കുറച്ച് ശ്യാമേട്ടത്ത് എന്താണ് എന്ന് സംസാരിക്കുന്ന പോലെ തന്നെ ക്യാഷ്വലായിട്ട് എല്ലാ കാര്യവും ഒപ്പിച്ച് വെച്ചിട്ട് രാത്രിയായി കഴിഞ്ഞപ്പം ആരും കാണാതെ വീട്ടിൽ നിന്ന് ബാഗ് തൂക്കിക്കൊണ്ട് വീണ്ടും ഒരു ഇറങ്ങിപ്പോക്കാണ് കേട്ടോ പണ്ടത്തെ പോലെ. പക്ഷേ ഈ വട്ടം പുള്ളിക്കാരെ ധൈര്യമായി തന്നെ പോകുന്നത് സേഫ് സോണിനകത്ത് നേരെ സത്യമോളുടെ വീട് വരെ എത്തിപ്പിടിക്കുന്നുണ്ട്. ഇറങ്ങിപ്പോയതുപോലെ തന്നെ വീടേ ബായ് കേട്ടോ, ഇനി നമ്മൾ ഒരിക്കലും കാണാത്ത പറഞ്ഞാൽ വീടിന് രാത്രിയും കൂടെ നമ്മുടെ പപ്പിമോൾ ഇറങ്ങുമ്പം മേലത്തെ നിലയിൽ നിന്ന് ഇതൊക്കെ കാത്തി കാണുന്നുണ്ട്. ഇവളെന്തോ ഈ രാത്രി ഇങ്ങോട്ടേക്ക് ഇവള് ബാഗും കാര്യങ്ങളും കൊണ്ടല്ലോ, ഓ അപ്പം ഒളിച്ചോടി പോകാനുള്ള തീരുമാനം, അസാമാന്യ ധൈര്യം തന്നെ കേട്ടോ ഈ കുരുട്ടിന് എന്നൊക്കെ അതിന് പപ്പിമോളെ കുറിച്ച് പറയുമോ, എന്തായാലും എൻ്റെ ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടിയെന്ന് തന്നെ പറയാം, എന്നോട് ശത്രുത വെച്ചിരുന്ന ഒരു സാധനമല്ലേ, എനിക്ക് ശല്യം ഉണ്ടാക്കാനായിട്ട് ഇനി ഇവളില്ലല്ലോ, ഇനി ഇങ്ങനെ ഇവിടെ പല ശല്യങ്ങളുണ്ട്, അങ്ങനെ ഓരോന്നിനായിട്ട് ഒഴിവാക്കണം, അവസാനം ഒടുക്കം അമ്മ മഹാറാണിയും കൂടെ ഒഴിവാക്കണം, എന്നാൽ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല, അതായത് സത്യഭാമ എന്ന ജയിലറിനെയും കൂടെ ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി വേണം ഇവിടെ എനിക്ക് സുഖിച്ച് ജീവിക്കാൻ എന്നൊക്കെ കാർത്തിക മനസ്സിൽ ചിന്തിക്കുക. അപ്പം സത്യഭാമ അറിയാതെ, സത്യഭാമയോട് സുസ്മിത പോലും ചിന്തിക്കാതെ അത്ര വലിയ നല്ല ബുദ്ധിയാണ് കാർത്തികയുടെ മനസ്സിൽ കിടക്കുന്നത്. സത്യഭാമയെ അടിച്ച് പുറത്താക്കാൻ ഇന്ന് വരെ ആർക്കും തോന്നിയില്ല, ആദ്യമായി തോന്നുന്ന വ്യക്തി കാർത്തിക തന്നെയാണ് കേട്ടോ.
അല്ലോ ഇതിൻ്റെ പേര് ജയിലെന്നല്ലേ? സത്യഭാമയുടെ ദുർഗുണ പരിഹാര പാഠശാല. അവിടെ ആർക്കും മിണ്ടാനുള്ള അവസരമല്ല. എല്ലാം സംസാരിക്കാനുള്ള അവകാശം ഒറ്റൊരാൾക്ക് മാത്രം, സത്യഭാമയ്ക്ക് മാത്രം. എന്തായാലും നാളത്തേക്കുള്ള ഓട്ടത്തിനുള്ള വകയൊക്കെ ഈ കൊച്ചു തന്നെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നാളെ എല്ലാവരും ഇതിൻ്റെ പിറകെ ഓടിക്കോളും. ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ ഇരുന്നാൽ മതി. അതാ എനിക്ക് നല്ലത്. ഇനി ഇവിടുത്തെ ബാക്കി ശല്യങ്ങളൊക്കെ കൂടെ എന്നാണോ പോയി കിട്ടുന്നതൊക്കെ ഒന്ന് കാർത്തിക് അവിടെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ ഇതുവരെ നമ്മുടെ പപ്പിമോൾ മിസ്സിങ് ആയ കാര്യം ആരും അറിഞ്ഞില്ല. അപ്പം പപ്പിമോൾ വഴിയുടെ അരികിൽ കൂടെ തന്നെ, അതായത് സൈഡ് ചേർന്ന് നടന്ന് പോയി നേരെ സത്യമോളുടെ വീട് വരെ എത്തുവാണ്. അപ്പോൾ സത്യമോളുടെ വീട്ടിൽ എത്തുമ്പോഴത്തേക്കും ആ സമയത്താണ് നമ്മൾ ഡ്രൈവറായിട്ടും പുറത്തേക്ക് പോകാൻ നിൽക്കുന്നത്. അപ്പം മോളെ കാര്യങ്ങളൊക്കെ ഓക്കെ ഇല്ലെന്ന് ചോദിച്ചിട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ഇനി ഇപ്പം പൊയ്ക്കോ ഏട്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ശാലിനി പുറത്തേക്കുന്ന കാണാം. അപ്പം നമ്മുടെ പപ്പിമോൾക്ക് പോയിട്ട് അയ്യോ ചേച്ചിയമ്മ എന്നെ കണ്ട അതോടെ പ്ലാനുകളെല്ലാം പൊളിയും, അപ്പം തന്നെ വീട്ടിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കും, പിന്നെ ഇതൊന്നും നടക്കത്തില്ല നമ്മുടെ പപ്പിമോൾ മനസ്സിൽ ചിന്തിക്കുവാണ്. പപ്പിമോളാണെങ്കിൽ നമ്മുടെ ശാലിനിയുടെ കണ്ണിൽ പെടാതെ അവിടെ ഒരു ഇരുട്ടിൻ്റെ മറവിൽ അങ്ങ് നിൽക്കുവാണ്. എന്നിട്ട് നേരെ ശാലിനിക്ക് അകത്ത് കയറി ഉറപ്പ് വന്നിട്ട് സത്യമോളുടെ റൂമിൻ്റെ ജനലിൽ അവിടെ വരെ സത്യം ഇങ്ങനെ അടുത്ത് വാ. അപ്പം നോക്കുമ്പോൾ സത്യം നോക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുവാണ് പപ്പിമോള്. പപ്പി നീ എന്താ ഇങ്ങോട്ടേക്ക്? അത് ഈ സമയത്ത്? അതേ വിഷ്ണു അച്ഛൻ്റെയും കാർത്തികയുടെയും കല്യാണം മുടക്കാൻ വേണ്ടി ഇറങ്ങിയതാ. എനിക്ക് എവിടെയും പോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നയാ. നീ ഒന്ന് കതക് തുറന്നോ, ഞാൻ അകത്തേക്ക് വരട്ടെ. ഈ സമയത്തോ കതക് തുറക്കാനോ? അമ്മ കണ്ട പ്രശ്നമാവത്തില്ലേ? ഞാൻ ആരോടും പറയാതെ വന്നയാ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലാസ്റ്റ് സത്യമൊക്കെ ഒരു ബുദ്ധി വരുവാണ്. അതിന് മുന്നേ എന്താണ് നമ്മുടെ ഷാലി ഹാളിൽ തന്നെ ഇതുവരെ ഉറങ്ങിയിട്ടില്ല, അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഷാലിക്ക് എന്താണ് ഒരു ഗ്ലാസ് ചായ കൊണ്ടൊന്ന് നമ്മുടെ ശാരദാമ്മ കൊടുക്കുക. മോളെ ഇനി വേറെ എന്തെങ്കിലും വേണോ? ഇപ്പോഴത്തേക്ക് വേണ്ടമ്മേ, പിന്നെ പറയാമെന്ന് പറഞ്ഞിട്ട് ഷാലിനി വീണ്ടും എന്താണ് ഷാലിനിയുടെ വർക്കിൻ്റെ കാര്യമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഷാലിനിക്ക് ഒരു കോൾ വരുന്നത്. അപ്പോൾ ഷാലിനി വിളിക്കുന്ന ആരാണെന്നറിയോ? ഷാലിനി വിളിക്കുന്ന അനുപലയാണ്. മാഡം ഹർഷൻ്റെ കാര്യം അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞില്ലേ, അവനെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. ഹർഷൻ്റെ ഡീറ്റെയിൽസോ? എന്തൊക്കെയാണ്? മാഡം ഈ ഹർഷൻ എന്ന് പറഞ്ഞവനെ ഇപ്പം കാലിഫോർണിയയിലാണ്, ഇവിടെ അടുത്തൊന്നും അല്ല, വളരെ ദൂരെ തന്നെയാണ്. പിന്നെ എങ്ങനെ അന്വേഷിച്ച് പിടിച്ച് കാലിഫോർണിയ വരെ? മാഡം ഡിസ്ട്രിക്ട് കളക്ടറിൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷിച്ച് പിടിക്കാൻ വേറെ എന്താ പാടിരിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല, നമ്മുടെ ആൾക്കാർ ഇപ്പോഴും അവൻ്റെ പിറകെ തന്നെ ഉണ്ട് കേട്ടോ. പക്ഷേ ആണെങ്കിലേ നല്ലൊരു മുങ്ങൽ വിദഗ്ധനാന്ന് തന്നെ പറയാം. നമ്മുടെ ആൾക്കാർ അവനിലേക്ക് എത്തിച്ചെന്നപ്പോഴത്തേക്കും അവൻ അവിടെ നിന്ന് മുങ്ങി. പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൾക്കാർ പരിശ്രമം ഇതുവരെ വിട്ടിട്ടില്ല. അവരെന്തായാലും അവൻ്റെ കൂടെ തന്നെ കട്ടയ്ക്ക് അവൻ അന്വേഷിച്ച് അവൻ്റെ പിറകെ തന്നെ ഉണ്ടെന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പോൾ ശാലിനി പറയുന്നുണ്ട്, ഇത് അഴിക്കുന്തോറും മുറുകിക്കൊണ്ടിരിക്കുന്ന ഒരു കുരുക്കാണല്ലോ. പക്ഷേ വേറൊരു കാര്യം എനിക്ക് മനസ്സിലായി, ജീവിക്കാൻ ഒരു മനുഷ്യന് പൈസ എത്ര ഉണ്ടെങ്കിലും ഭാഗ്യം കൂടെ തലയിൽ വേണം. കാരണം ഒരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെയല്ലേ കാർത്തിക സത്യാമ്മയുടെ പെറ്റായി മാറിയത്. മാഡം അതൊന്നും മാഡം ആലോചിക്കണം, നമുക്ക് നമ്മുടെ ലക്ഷ്യം ഒരു കാരണവശാലും വിടണ്ട. ഇവനെ നമ്മൾ പൂട്ടിയിരിക്കും മാഡം എന്ന് പറഞ്ഞ് ഹർഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എന്താണ് ഷാലിനിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഷാലിനി പിന്നെ ഹർഷനെക്കുറിച്ച് കുറച്ച് നേരം ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഈ സമയത്തേക്കാണ് നമ്മുടെ സത്യമോൾ അമ്മയുടെ തോടി വന്നത്. അമ്മേ ഞാൻ എൻ്റെ പെൻസിലാണെങ്കിൽ ജനൽ വഴി പെൻസിൽ പുറത്തേക്ക് പോയിന്നോ? അതെങ്ങനെ പോയി? അത് നീ മനഃപൂർവ്വം പുറത്തിട്ടാന്നോ? അല്ല അമ്മേ, ഞാൻ പെൻസിലിൻ്റെ മൊന ചെത്തിക്കൊണ്ടിരിക്കുകയാണ്, അപ്പം എൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയി. അത്രയ്ക്കുണ്ട് നിൻ്റെ ശ്രദ്ധയും കാര്യമൊക്കെ. എന്നാൽ സാരമില്ല, അമ്മ പോയി എടുത്തിട്ട് വരാം, ഇരുട്ടല്ലേ, മോള് പോകണ്ട. വേണ്ട അമ്മ പോകണ്ട, സത്യമോൾ തന്നെ പോ. ഈ സത്യമോൾ ആരാ? സത്യമോൾ ജില്ലാ കളക്ടറിൻ്റെ മോളല്ലേ? എനിക്ക് ഇരുട്ടിനെ ഒന്നും ഒരു പേടിയില്ല, ഞാൻ തന്നെ പോയി എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് സത്യമോൾ എന്താണ് അമ്മ എടുത്ത് ഞാൻ തന്നെ പോയി എടുക്കാൻ ധൈര്യം കാണിക്കുമ്പോൾ ശാലിനി എന്നായിക്കോട്ടെ പോയി എടുത്തോ എന്ന് പറയുമ്പോൾ നേരെ ശാലിനിയെ പറ്റിച്ച് ഫ്രണ്ട് വാതിലിൽ കൂടെ തന്നെ ഇറങ്ങി നേരെ പപ്പിമോളുള്ള അടുത്ത് വന്ന് നിൽക്കുവാണ്. പപ്പി നീ ഇവിടെ തന്നെ നിൽക്കണേ, എവിടെയും പോകല്ലേ, ഞാൻ ഇപ്പം വരാം. പൈപ്പിൻ്റെ വെള്ളം തുറന്നുവിടാം. പൈപ്പ് വെള്ളം തുറന്നുവിടാനോ? അതെന്തിനാ? അത് കാര്യമുണ്ട്, നീ ഇവിടെ നിൽക്കുന്ന പറഞ്ഞാൽ നേരെ ഇപ്പോൾ എന്താണ് ടാപ്പ് അങ്ങ് ഓണാക്കി വെച്ചിട്ട് നമ്മുടെ സത്യമോൾ അകത്തേക്ക് ഓടി വന്നിട്ട് പറയാം, അമ്മ അവിടെ രണ്ട് ടാപ്പ് ഓണാക്കി കിടന്ന് വെള്ളം ഇഷ്ടം പോലെ പോകുന്നു. അപ്പം മോക്ക് വന്ന വഴിക്ക് അതും കൂടെ പൂട്ടിയിട്ട് വന്നാൽ പോരായിരുന്നോ? അവിടെ ടാപ്പിൻ്റെ അവിടെ ഇരുട്ടാ, അതുകൊണ്ട് എനിക്ക് പേടിയാന്ന് പറയുമ്പം വലിയ വീരവത്തൊക്കെ പറയുന്ന കേട്ടല്ലോ, എനിക്ക് പേടിയില്ല, ഞാൻ വലിയ കളക്ടറിൻ്റെ മോളാന്നൊക്കെ, എന്നിട്ട് ഇപ്പം പേടിയാന്നോ? എന്നാലും ശരി, ഞാൻ പോയി പൂട്ടിക്കളഞ്ഞു. ഷാലി നേരെ ടാപ്പ് പൂട്ടാൻ പുറത്തിറങ്ങുന്ന ഗ്യാപ്പ് കൊണ്ട് പപ്പി ഓടി വന്നിട്ട് പപ്പീനെ വിളിച്ചിട്ട് അകത്തേക്ക് ഓടി കയറി എന്താണ് സത്യയുടെ റൂമിലേക്ക് ഇരിക്കുക. അപ്പോൾ സത്യയുടെ റൂമിൽ നിന്ന് ഇവർ രണ്ടുപേരും കൊച്ചു വർത്താനം സംസാരിക്കല്ലേ. അപ്പം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പറയുവാണ്. സത്യം നീ ഇവിടെ ഒറ്റയ്ക്കാണോ കിടന്നുറങ്ങുന്നത്? ഞാൻ മിക്കവാറും സമയത്ത് ഈ റൂമിൽ ഒറ്റയ്ക്കാണ് കിടന്നുറങ്ങുന്നത്. അപ്പം നിനക്ക് പേടി കാണത്തില്ലേ? എന്തിനു പേടി? ഇത് എൻ്റെ വീടല്ലേ പപ്പി, പിന്നെ എന്തിനാ ഞാൻ പേടിക്കാനുള്ളത്? നിനക്ക് അമ്മയെ പിരിഞ്ഞിരിക്കുന്നതിനകത്ത് നിനക്ക് സങ്കടം ഉണ്ടാവില്ലേ? നീ അമ്മയുടെ കൂടെയല്ലേ കിടന്നുറങ്ങുന്നത്. സാരമില്ല കേട്ടോ, എന്തായാലും നീ ഇങ്ങനൊരു കാര്യം ചെയ്തല്ലോ, വീട്ടിൽ നിന്ന് ആരും അറിയാതെ വന്നല്ലോ. പക്ഷേ ഇവിടെ നീ ഒളിച്ചിരിക്കുന്ന ആരെയും അറിഞ്ഞാൽ വലിയ പ്രശ്നമാവത്തില്ലേ പപ്പി എന്നൊക്കെ സത്യമോൾ ചോദിക്കുമ്പം പ്രശ്നമാവും, തൽക്കാലം ആരോടും പറയാൻ നിൽക്കേണ്ട, ഞാൻ ഈ റൂമിൽ നിന്നേ പുറത്തിറങ്ങത്തില്ല. നീ എനിക്കുള്ള ഫുഡൊക്കെ കൊണ്ട് തരത്തില്ല സത്യ? ഫുഡൊക്കെ ഞാൻ കൊണ്ടുതരാം, പക്ഷെ നീ നാളത്തെ ദിവസമേ ഈ ജനലിൻ്റെ അടുത്തൊന്നും പോവല്ലോ കേട്ടോ. അതെന്താ?
ആരെങ്കിലും കണ്ടാൽ പിന്നെ പ്രശ്നമാവത്തില്ലേ. അപ്പം പറയുന്നുണ്ട് നാളെ നമുക്ക് ഈ ജനലും കതവും എല്ലാം അടച്ചു വെച്ചിട്ടിരിക്കാം. അങ്ങനെ എന്നാൽ ആർക്കെങ്കിലും സംശയം തോന്നുമോ? ദിവസം ഇനി എന്തൊക്കെ കള്ളം പറഞ്ഞാന്ന് ഇവിടെ പിടിച്ചിരിക്കേണ്ട വരുന്നത് എന്നൊക്കെ സത്യമോള് പറഞ്ഞിട്ട് പറയാം. എന്തായാലും സംശയം തോന്നാതൊന്നും ഇരിക്കത്തില്ല, പക്ഷെ അതിനൊരു വഴിയുണ്ട് പപ്പി. നാളെ ദിവസമേ ഞാൻ പറയാം ഹോംവർക്ക് ഇഷ്ടംപോലെ ചെയ്യാൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ റൂമൊക്കെ അടച്ചിട്ടിരിക്കുവാണ്. അതുപോലെ ഒറ്റയ്ക്ക് എന്ന് പഠിച്ചാൽ നല്ലപോലെ കോൺസെൻട്രേഷൻ കിട്ടുമെന്ന് പറയുമ്പം പിന്നെ ആരും ഒന്നും ചോദിക്കാൻ നിൽക്കില്ല. അതൊന്നും നീ വിഷമിക്കേണ്ടെന്ന് പറയുമ്പം നമ്മുടെ പപ്പിയോട് പറയാം, കള്ളത്തരങ്ങൾ പറയണം എന്നിട്ട് ഇപ്പം സത്യം പറയുന്ന മൊത്തം കള്ളത്തരങ്ങളാണല്ലോ. അത് പിന്നെ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ കള്ളത്തരം പറയുന്നത് തെറ്റൊന്നുമില്ല. നീ കള്ളത്തരമൊക്കെ പറയുന്നത് എൻ്റെ ബിഗ് ഫ്രണ്ടിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ, അതുകൊണ്ട് ഒരു സങ്കടമില്ല എന്നൊക്കെ പറയുമ്പം നമ്മുടെ പപ്പയും കൂടെ ചോദിക്കുന്നുണ്ട്, നിനക്ക് ബിഗ് ഫ്രണ്ടിനെ അത്രയ്ക്ക് ഇഷ്ടമാണ്? പിന്നെ എനിക്ക് എൻ്റെ ബിഗ് ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാനേ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ പപ്പി, പക്ഷേ എൻ്റെ സ്വപ്നത്തിൽ വന്ന് എൻ്റെ അച്ഛനാണെങ്കിൽ ബിഗ് ഫ്രണ്ടിൻ്റെ അതേ ചായ, അതുകൊണ്ട് എനിക്കാണെങ്കിൽ ബിഗ് ഫ്രണ്ടിനെ ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാ കല്യാണം മുടക്കിയെന്ന് വിഷ്ണുവച്ച അറിയുമ്പോൾ വിഷ്ണുവച്ചന് ഭയങ്കര സന്തോഷമാവില്ലേ? ശരിയാ പപ്പി, നല്ലപോലെ സന്തോഷം, നമ്മളെ കെട്ടിപ്പിടിച്ച് നമുക്ക് ഉമ്മ തന്നെന്ന് ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെന്താണ് ഇവിടെ ചെന്ന് വിഷ്ണുവിൻ്റെ കാര്യമൊക്കെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഈ സമയത്താണ് നമ്മുടെ പൊന്നിച്ചേച്ചി എന്താണ് പപ്പിമോൾ അവിടെ നോക്കിയിട്ട് കാണില്ല. അങ്ങനെ പപ്പി മോളെ എന്ന് പറഞ്ഞിട്ട് എന്താണ് അവിടെയൊക്കെ എന്താണ് മുറ്റത്തൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ട് നടക്കുന്നതാണ് കാണിക്കുന്നത്. അത് കാണിച്ചാണ് അടുത്ത എപ്പിസോഡിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത്. ഇനി ഇതിന് ശേഷം പപ്പിമോളുടെ ഡീറ്റെയിൽസും പപ്പിമോൾ എവിടാന്നുള്ള കാര്യം അറിയുന്നതും അത് കൂടാതെ ശാലിനിക്കിട്ട് സത്യഭാമ കൊടുക്കാൻ പോകുന്ന ഉഗ്രൻ ഒരു പാര എന്ന് പറയുന്നതും അതിന് ശാലിനി അതിജീവിക്കാൻ പോകുന്ന സത്യഭാമയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഉഗ്രൻ അടി കൊടുത്തുകൊണ്ടാന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി കാണാൻ പോകുന്ന എപ്പിസോഡിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ അതൊക്കെ തന്നെ ഉടൻ തന്നെ ഇന്നത്തെ ദിവസം 2 വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ 2 വീഡിയോ കാണാൻ ആരും മറക്കണ്ട കേട്ടോ. ബൈ.